പൊന്നു മോളെ, നീ ആ ചിരിച്ചോണ്ടിരിക്കുന്ന സ്റ്റിക്കർ അയച്ചതിന് ശേഷം മനുഷ്യന് മനസ്സമാധാനം കിട്ടി. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ വിളിക്കണം കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്കിൽ അനുഭവിച്ചുകൊണ്ട് നടക്കരുത്. ഓൾവേസ് ദെയർ ഫോർ യു, കേട്ടല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം ദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എടാ, നിനക്ക് പണ്ടും ഈ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നീ അത് എക്സ്പ്രസ് ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞ്. ഞാൻ ഇരുന്ന് അങ്ങോട്ട് ആലോചിച്ച്, സംഭവം ശരിയാണ്. എനിക്ക് പണ്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എക്സ്പ്രസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് ചുറ്റുള്ളവർക്ക് ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ പോലും എല്ലാം മാനേജ് ചെയ്തിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിട്ട് റെഡിയാക്കിയെടുക്കും. അവിടെ ഞാൻ എന്നെ മറന്നു പോവും. എനിക്ക് ദേഷ്യം, സങ്കടത്തൊന്നും ആരടുത്തും പറയത്തില്ല, ആരടുത്തും എക്സ്പ്രസ് ചെയ്യില്ല. എനിക്ക് ചുറ്റുള്ളവരെ എല്ലായിടത്തും നോക്കുമ്പോൾ ഐ ആം ദ പെർഫെക്റ്റ് പേഴ്സൺ. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്തോ എല്ലാവർക്കും വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് നിന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പം ഞാൻ എല്ലാം പറയാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും വന്ന് സംസാരിക്കും. ഇതുവരെയായിട്ട് ആരും ഞാൻ ഓക്കെയാണെന്ന് ചോദിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ പെർഫെക്റ്റ് വേർഷനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെനിക്ക് ഇത് എവിടെ എക്സ്പ്രസ് ചെയ്യണം പറഞ്ഞുകൂടാ. ഐ ആം സ്ട്രോങ്. ജനതിങ്ങനെ ബൈ ബൈ.